വിനീത് ശ്രീനിവാസനെ നായകനാക്കി നവാഗതനായ ശ്രീകാന്ത് മുരളി സംവിധാനം ചെയ്ത ചിത്രമാണ് എബി. ലിറ്റിൽ ബിഗ് ഫിലിംസിന്റെ ബാനറിൽ സുവിൻ കെ വർക്കിയാണ് ചിത്രം നിർമ്മിച്ചത്. സന്തോഷ് എച്ചിക്കാനത്തിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ചിത്രം ഒരു ഇൻസ്പിറേഷണൽ മൂവിയാണ്. ടൈറ്റിൽ കഥാപാത്രമായ എബിയായാണ് വിനീത് ശ്രീനിവാസൻ എത്തുന്നത്. തന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള എബിയുടെ പ്രയത്നങ്ങൾ ഏവരെയും താഴെയാക്കി അവരുടെ മുകളിലൂടെ ഉയർന്നു പറക്കാൻ വെമ്പൽ കൊള്ളുന്ന എബിയുടെ സ്വപ്നങ്ങൾ ഒരിക്കലും അപ്രാപ്യമല്ല എന്ന് കരുതുന്ന ചുറ്റിനുമുള്ളവർ. ധാരാളം കുറ്റപ്പെടുത്തലും പരിഹാസവും കേട്ടെങ്കിലും തന്റെ സ്വപ്നത്തിൽ നിന്നും പിന്മാറാൻ എബി ഒരുക്കമല്ലായിരുന്നു. പറക്കുക എന്ന സ്വപ്നത്തിലേക്കുള്ള എബിയുടെ പ്രയത്നങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്ന നായക കഥാപാത്രത്തെ മിതത്വത്തോടെ വിനീത് അവതരിപ്പിച്ചിരിക്കുന്നു. ഒരു നടൻ എന്ന നിലയിൽ വിനീതിന് കരിയറിൽ ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രമാണ് എബി. രസചേറിന്റെ ഒട്ടും ചോരാതെയുള്ള ഒരു തിരക്കഥ ഒരു ഇൻസ്പിറേഷണൽ മൂവിയിൽ ഒരുക്കുക എന്നത് പ്രയാസമേറിയ ദൗത്യമാണ്. അത്തരം ഒരു തിരക്കഥ ഒരുക്കുന്നതിൽ സന്തോഷ് എച്ചിക്കാനം വിജയിച്ചു എന്ന് തന്നെ പറയാം. പ്രേക്ഷകനെ ഒട്ടും വിരസതയിലാഴ്ത്താതെയാണ് ചിത്രത്തിന്റെ ആദ്യ പകുതി. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ എഴുച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ പ്രേക്ഷകനെ ഒപ്പം നിർത്തുന്ന ചില രംഗങ്ങളിലൂടെയും മികച്ച ക്ലൈമാക്സിലൂടെയും ഇത് മറികടന്നിരിക്കുന്നു. ഗാനങ്ങളിലൂടെ കഥ പറഞ്ഞ രീതിയും പ്രേക്ഷകന് മികച്ച ആസ്വാദനം സമ്മാനിക്കുന്നു. വിനീതിനൊപ്പം എടുത്തു പറയേണ്ട പ്രകടനം തന്നെയാണ് സുധീർ കരമനയുടേതും. അജു വർഗീസ്, സുരാജ് വെഞ്ഞാറമൂട്, ഹരീഷ് പെരാടി തുടങ്ങിയവരും അവരവരുടെ റോളുകൾ ഭംഗിയാക്കി. മനീഷ് ചൗധരിയുടെ കഥാപാത്രം എല്ലാ ബോളിവുഡ് ചിത്രങ്ങളിലും അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ പോലെ തന്നെയായി തോന്നി. ഗാനങ്ങളെല്ലാം തന്നെ ആസ്വാദികരം. ഒരു മികച്ച ഇൻസ്പിറേഷണൽ മൂവി പ്രതീക്ഷിച്ചെത്തുന്ന പ്രേക്ഷകനെ ഒട്ടും നിരാശപ്പെടുത്താത്ത ചിത്രം തന്നെയാണ് എബി. ചിത്രം കണ്ടവർക്ക് അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്താം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.